ഒന്നാം ഘട്ടമായി വാനനിരീക്ഷണ കേന്ദ്രം, സ്പേസ് തിയേറ്റർ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ചരിത്രവും വളർച്ചയും വികാസവും വിശദമാക്കുന്ന പോപ്പുലർ സയൻസ് ഗാലറി, ആനിമേഷൻ, ഗ്രാഫിക്സ്, ലേസർ മൾട്ടിമീഡിയ എന്നിവയിലൂടെ ഇൻ്ററാക്റ്റീവ് രീതിയിൽ അവതരിപ്പിക്കുന്ന 100-ലധികം ശാസ്ത്രതത്വങ്ങളുടെ പ്രദർശന ഗാലറികൾ തുടങ്ങിയവയും, മോഷൻ സിമുലേറ്റർ സംവിധാനമുള്ള മൾട്ടി ഡയമെൻഷണൽ ത്രിൽ ഏരിയയും, സയൻസ് പാർക്ക്, 3D തിയേറ്റർ എന്നിവയുമാണ് ഉണ്ടാവുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 100 കോടി മുതൽ മുടക്കുന്ന പദ്ധതി ഘട്ടം ഘട്ടമായാണ് പൂർത്തീകരിക്കുക. ഇതിനായി സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലുള്ള 30 ഏക്കർ സ്ഥലമാണ് ഉപയോഗിക്കുക. രണ്ടാം ഘട്ടമായി റോബോട്ടിക് ആസ്ട്രോണമി ആൻഡ് എയറോസ്പേസ് ഓഷ്യാനോഗ്രഫി, ദിനോസർ മുതലുള്ള ജീവികളുടെ പരിണാമം വിശദമാക്കുന്ന ഇവല്യൂഷൻ പാർക്ക്, ബയോ പ്രൊഡക്ട്സ് ആൻഡ് റബ്ബർ എൻവിയോൺമെൻറ്റ്, ബയോടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങി വൈവിധ്യമാർന്ന തീമാറ്റിക് ഗാലറികൾ, വൈമാക് സൗകര്യങ്ങളോടുകൂടിയ ക്യാമ്പസ്, അടിസ്ഥാന ശാസ്ത്ര പരീക്ഷണശാലകൾ, ഹാം റേഡിയോ, അമച്ചർ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയവയും സ്ഥാപിക്കും. ശാസ്ത്രവിജ്ഞാന രംഗത്തേക്ക് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചുവടുവെപ്പാണ് നിർദ്ദിഷ്ട കേന്ദ്രം. ശാസ്ത്രരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചർച്ചകൾക്കും സെമിനാറുകൾക്കും അന്താരാഷ്ട്ര സയൻസ് ഫെസ്റ്റിവലുകൾക്കും ഇനി ഇവിടം വേദിയാകും. പ്രതിവർഷം 10 ലക്ഷത്തിലധികം സന്ദർശകർ പ്രതീക്ഷിക്കുന്ന ഇവിടെ ശാസ്ത്ര വിദ്യാഭ്യാസം, ടൂറിസം, തൊഴിൽ എന്നീ മേഖലകളിൽ സംസ്ഥാനത്തിൻ്റെ വേഗത്തിലുള്ള വളർച്ചയും വികസനവും സാധ്യമാകും. മീഡിയ 1 കോട്ടയം.